കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് ബോധ്യമാക്കുന്ന ഒരു സംഭവമാണ്. അത് ആലപ്പുഴയിലാണ് നടന്നത്. ജാർഖണ്ഡിൽ നിന്ന് 2 മതത്തിൽപ്പെട്ട യുവാക്കൾ വിവാഹം കഴിച്ച് സുരക്ഷിതമായി ജീവിക്കാൻ തിരഞ്ഞെടുത്തത് കേരളമാണ്. 2 വ്യത്യസ്ത മതാചാരപ്രകാരം ഇവരുടെ വിവാഹവും നടന്നു. ഇതിനിടയിൽ ജാർഖണ്ഡിൽ ആകട്ടെ ലവ് ജിഹാദിൻ്റെ പേരിൽ വലിയ സംഘർഷവും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ റിപ്പോർട്ടൊന്ന് കാണാം. ജാർഖണ്ഡ് സ്വദേശിയായ മുഹമ്മദ് ഗലീബും ആശാ വർമ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടയിൽ ഗലീബ് വിദേശത്ത് ജോലിക്ക് പോയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം അവധിക്ക് നാട്ടിലെത്തി. ഇരുവരും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ നാട്ടിൽ വർഗീയ സംഘർഷത്തിന് കളമൊരുങ്ങി. പിന്നീട് ഗലീബ് വിദേശത്തുള്ള തൻ്റെ മലയാളി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. അവരുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗലീബ് കായംകുളത്തെത്തി. അടുത്ത ദിവസം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ആശാവർമ്മയും കായംകുളത്ത് വന്നു. ഇരുവരും തമ്മിലുള്ള വിവാഹം 2 മതത്തിൻ്റെയും ആചാരപ്രകാരം കായംകുളത്ത് വെച്ച് നടന്നു. ഇതിനിടയിൽ ജാർഖണ്ഡിലുള്ള ദിലീപിൻ്റെ ഉമ്മയും വാപ്പയും അടങ്ങുന്ന കുടുംബത്തെയും ബന്ധുക്കളെയും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. ഒടുവിൽ മകനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൊന്നുകളയുമെന്ന ഘട്ടമെത്തിയപ്പോൾ തങ്ങൾ എവിടെയാണെന്ന വിവരം പോലീസിനെ അറിയിച്ചു. അടുത്ത ദിവസം തന്നെ ജാർഖണ്ഡിൽ നിന്നും ആശാവർമ്മയുടെ ബന്ധുക്കളും പോലീസും കായംകുളം പോലീസുമായി ബന്ധപ്പെട്ടു. ഇതിനിടയിൽ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് രേഖാമൂലം ജാർഖണ്ഡ് പോലീസിന് മൊഴി നൽകി. ഇതോടെ അവർ മടങ്ങി. 2 ദിവസത്തിനു ശേഷം വീണ്ടും ജാർഖണ്ഡിൽ നിന്നും ഒരു സംഘം കായംകുളത്ത് വന്നു. ബലപ്രയോഗത്തിലൂടെ ഇവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഉടൻ തന്നെ കായംകുളം പോലീസും CPIയും ഇടപെട്ടുകൊണ്ട് ഇവരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.